ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോളറിൻ്റെ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ്. അപ്പോൾ ഈ ബേസിന് നമ്മളെ നിലവിലുള്ള ബേസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ബേസിൻ്റെ ഫിറ്റിങ്സുകളും അതിൻ്റെ ആക്സസറീസൊക്കെ വരുന്നത്. അപ്പോൾ അതിനെ വൺ ബൈ വൺ ആയിട്ട് പരിചയപ്പെടാം. അതിന് മുമ്പ് നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് ഇതിന് ഒരു ഡയഗ്രം ഉണ്ട്. അതായത് ആ ബേസിൻ എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്, അതിന് എത്രമാത്രം അത് കട്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു വലിയൊരു ചാർട്ട് ഷീറ്റ് തന്നെ ഉണ്ട്. അതിൽ ബേസിൻ്റെ കംപ്ലീറ്റ് ഡെമോ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ കറക്റ്റ് കട്ട് ചെയ്യേണ്ട ഒരു ഭാഗം കത്രികേൻ്റെ ഒരു മാർക്കോട് കൂടിയിട്ട് നമുക്കതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബേസിൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സെൻറ്ററായിട്ട് ബേസിൻ്റെ ടാപ്പിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ ഈ പേപ്പർ, ഈ ഡ്രോയിങ്ങിനെ കറക്റ്റ് നമ്മളെ ആ ഗ്രാനൈറ്റിലേക്ക് കറക്റ്റ് വെക്കുക. അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ലിവറല്ല, ബേസിൻ്റെ സ്പൗട്ട് അതിൻ്റെ സെൻട്രൽ വരുന്ന രീതിയിൽ നമ്മൾ അത് കറക്റ്റ് അവിടെ വെച്ചതിന് ശേഷം ആ ഒരു മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ആ ആരോ മാർക്കിന് സെൻറ്റർ വെട്ടിയെടുക്കുക. അത് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാനൈറ്റ് വീണ്ടും ആ പ്രിൻ്റ് വെച്ച് ഗ്രാനൈറ്റ് നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മൾ ആ വെട്ടിയ കട്ടൗട്ടർ, ഈ വെട്ടുന്ന ഈ സാധനം ഇത് നമ്മൾ വെട്ടിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒഴിവാക്കിയ ശേഷം ഇത് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കട്ടർ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് റഫാക്കിയിട്ട് ഒരു വര ഇട്ടിട്ട് വേണം എന്താ ചെയ്യുക, ആ അടയാളം മാഞ്ഞു പോകരുത്. അതിൽ ആദ്യമായിട്ട് റഫായിട്ടൊന്ന് ആംഗിൾ ഗ്രൈൻഡർ കൊണ്ട് റഫായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരയ്ക്കുക. വരച്ചതിന് ശേഷം ഫുള്ളായിട്ട് പിന്നെ ഒരു ഭാഗത്ത് നിന്ന് നല്ല വെള്ളം കൊടുത്തിട്ട് ഗ്രാനൈറ്റ് കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ അടിയിൽ കബോർഡോ അല്ലെങ്കിൽ മൾട്ടിവുഡ് ഉണ്ടെങ്കിൽ അതും നമ്മൾ ഒഴിവാക്കി, അതും കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രോയിങ് ഫ്രെയിമാണ് ഉണ്ടാവുക. എന്നിട്ട് ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഈ കട്ടിങ് ഫുള്ളായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിലേക്കാണ് നമ്മളെ ബേസൻ കറക്റ്റ് സീറ്റിംഗ് ആവുക. ഇത്ര കട്ട് ചെയ്താലാണ് നമ്മളെ ടേബിൾ ടോപ്പ് ഈ കോളറിൻ്റെ വാഷ് ബേസിൻ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്രോസിംഗ് ഒക്കെ വരുന്നത് വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ക്രോസിംഗ് ഒക്കെ സെൻറ്ററിലാണ് വന്ന് പെട്ടെന്ന് വെച്ചാൽ ആ ക്രോസിംഗ് കട്ട് ചെയ്യല്ലാതെ യാതൊരു മാർഗ്ഗം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ക്രോസിംഗ് ഒക്കെ ഇതാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ബേസിൻ ഇതാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ക്രോസിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യിക്കാൻ. പിന്നെ സിലിക്കൺ അടിക്കുമ്പോൾ ഓവറായിട്ട് അടിക്കണ്ട. കാരണം എന്തെങ്കിലും കാരണവശാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറിച്ച് മാറ്റേണ്ടി, അളവ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കേണ്ടി വന്നാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആദ്യം സ്പോട്ടിലൊരു 4 സൈഡിലായിട്ടൊരു 3-4 സ്പോട്ട് ചെയ്തിട്ട് വെറുതെ ജസ്റ്റ് പ്രസ്സിങ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കപ്ലിംഗ് ഹോള് സെൻട്രലല്ല വരുന്നത്. അതായത് ഫ്രണ്ട് ടോപ്പിലൊരു സൈഡിലായിട്ടാണ് നമുക്കിത് വരുന്നത്. ഇതിൻ്റെ ഹോള് ഒരു സൈഡിലൊരു ടീത്ത് മാതിരിയുള്ളൊരു ഹോള് മാത്രമാണ് വരുന്നത്. ആ കപ്ലിംഗ് ആണ് ഇതിൻ്റെ വളരെ നിലവിലുള്ള കപ്ലിങ്ങിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കപ്ലിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഫിക്സിങ്ങും കൂടി നമുക്കിതിൽ കാണാം. അതായത് അതിൻ്റെ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ കപ്ലിംഗ് ആണ് വരുന്നത്, ബ്രാസ് ഒന്നുമല്ല വരുന്നത്. അപ്പോൾ പിടിക്കുമ്പോൾ തന്നെ നമ്മൾ പൈപ്പ് റഞ്ചോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. വെറും നമ്മൾ കൈകൊണ്ട് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നമ്മൾ വെച്ച് കഴിഞ്ഞാലൊരു ഫൈനലി ഫിനിഷിംഗ് ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ കപ്ലിംഗ് വരുന്നത്. അപ്പോൾ ഇതിലൊരു റബ്ബർ വാഷർ ഉണ്ട്, അതാണ് ഈ കപ്ലിങ്ങിൻ്റെ ഹൈലൈറ്റ്. ആ വാഷർ നമ്മൾ കൊടുക്കണമെങ്കിൽ ഈ കപ്ലിംഗ് ആദ്യം അതിൻ്റെ ഉള്ളിലേക്ക്, ഫസ്റ്റ് ഈ കപ്ലിംഗ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് വേണം ഈ വാഷർ കൊടുക്കാൻ. അപ്പോൾ ഈ കപ്ലിംഗ് വെക്കുമ്പോൾ താഴെ ഒരു 2 പാർട്ടായിട്ടാണ് ഇത്, പാളിയായിട്ടാണുള്ളത്. അവിടെ താഴെ ചെന്ന് മുട്ടും. അത് മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ വാഷർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ടീത്തുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് സീറ്റിംഗ് ആകുന്ന രീതിയിൽ പ്രസ് ചെയ്തിട്ട് നല്ലോണം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ആവും. അത് സീറ്റിംഗ് ആയാൽ കപ്ലിംഗ് പതുക്കെ മേലേക്ക് വലിക്കുക. അത് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ വാഷറും പിന്നെ അതിൻ്റെ ടോപ്പ് ത്രെഡും കൂടി നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പ്രത്യേകം പറയുകയാണിത് പൈപ്പ് റിഞ്ചിലോ അല്ലെങ്കിൽ മങ്കി സ്പാനറിലോ ഒന്നും ഇട്ട് പിടിക്കേണ്ട ഒരാവശ്യമില്ല. ഒരു ലിമിറ്റ് ടൈറ്റ് മതി. വാഷർ റബ്ബർ വാഷറാണ്, സീറ്റിംഗ് ആണ്, വെള്ളം ഒരിക്കലും ലീക്കാവില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഈ കോളറിൻ്റെ ബേസൻ കൊടുക്കുന്ന മെത്തേഡ് ഇതാണ്. അപ്പോൾ ഫ്രെയിമിലാണ് നമ്മൾ ആ കട്ടിങ്ങൊക്കെ, കറക്റ്റ് ഫ്രെയിം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം. ഇതാണ് ആ വാഷർ വരുന്നത്.
ഇങ്ങനെ ഈ ടീത്തുകളാണ്. ഈ ടീത്തുകൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുമ്പോൾ നമ്മൾ ടൈറ്റ് ആക്കുന്നതിനനുസരിച്ച് അത് ബൾജായിട്ട് പ്ലാഞ്ച് മാതിരി അടിഭാഗത്ത് അതേമാതിരി തന്നെ മോൾഭാഗം ഉള്ളിലേക്ക് കയറിയിട്ട് പിടുത്തത്തിൽ നിൽക്കുകയാണ്. പിന്നെ വരുന്നത് നമ്മളെ ബോട്ടിൽ ട്രാപ്പാണ്. ബോട്ടിൽ ട്രാപ്പും ഇതിൽ തന്നെയാണ് വരുന്നത്. നമ്മളെ കോളർ തന്നെയാണ് വരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉള്ള ബോട്ടിൽ ട്രാപ്പാണ്. പിന്നെ ബോട്ടിൽ ട്രാപ്പാണ് വരുന്നത്. ഇത് പിന്നെ കബോർഡ് വരാത്തതാണെങ്കിൽ ബോട്ടിൽ ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ കബോർഡ് കവർ ചെയ്യാത്തതൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. നല്ല കാണാൻ നല്ലൊരു ഫിനിഷിങ്ങും സ്റ്റൈലൊക്കെ ഉണ്ടാവും. നല്ല പ്യുവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഇത് വരുന്നത്. ബ്രാസാണ് കേട്ടോ. ബ്രാസിൻ്റെ മേലെ നിക്ലിംഗ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കോളർ ബേസിൻ്റെ ഒരു നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളൊരു വീഡിയോ. സൈഡിലാണ് ആ ടീത്ത് ചാല് വരുന്നത്. അപ്പോൾ അത്യാവശ്യം വേസ്റ്റേജൊക്കെ വന്നു കഴിഞ്ഞാൽ ബോട്ടിൽ ട്രാപ്പിലേക്കാണ് നേരെ പോവുക. ഉള്ളിൽ 2 പാളി ആയതുകൊണ്ട് 2 സെക്ഷനായിട്ടാണ് ഈ ബേസിനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരുമ്പോൾ ആ പ്രൊഡക്റ്റുകളെ നിങ്ങളെ പരിചയപ്പെടുത്തുക. അതിലൂടെ നമുക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലെ ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.